ഇന്നലത്തെ SDP-യുടെ വിജയാഘോഷം കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. സത്യത്തിൽ SDP-യും ജമാഅത്തെയും ഒക്കെയാണ് രാഹുലിനെ പാലക്കാട് വിജയിപ്പിച്ചതെന്ന് ആ വിജയാഘോഷത്തിലൂടെ നമ്മൾ അറിയാതെ മനസ്സിലാക്കി പോവുകയാണ്. വലിയ മതേതരത്വമൊക്കെ പറയുന്ന പാർട്ടിയെ ജയിപ്പിക്കാനായി SDP-യുടെ പിന്തുണയെന്ന് നമുക്ക് വേണ്ട എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. എന്തായാലും SDP-യുടെ ഒരു പിന്തുണ വലിയ രീതിയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലത്തെ ആ വിജയാഘോഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്ത് തോന്നുന്നു, SDP-യുടെ ഈ ഒരു കോൺഗ്രസ് വന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഒരറിവ് അവരെ കൂടുതൽ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാര്യം SDP-യെ പോലുള്ളൊരു തീവ്ര വർഗീയ പാർട്ടി സകല മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും ഒരുമിച്ച് കൊണ്ട് BJP-യെ തോൽപ്പിച്ച് അവിടെ ഭയങ്കര സ്നേഹം കൊണ്ട്, കോൺഗ്രസിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവർക്ക് വോട്ട് ചെയ്തപ്പോൾ അതിന് ഇവരുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയത്തിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു പ്രകടനമുണ്ടല്ലോ, ആ പ്രകടനം ഇവിടുത്തെ ഓരോ ആളുകളും കണ്ണു തുറന്നൊന്ന് കാണട്ടെ. ഈ പറയുന്ന മതേതരത്വം പറയുന്ന പരസ്പര സ്നേഹമാണ് സാന്ത്വനമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മതേതരത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വക്താക്കളാണ്, ഗാന്ധിയൻ സ്വഭാവമാണ്, സ്നേഹത്തിൻ്റെ കടയാണ്, ഗാന്ധിയൻ സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷേ വഖഫിനെ കുറിച്ച് അക്ഷരമിണ്ടാത്ത ഈ കോൺഗ്രസ് മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം, അവരുടെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറയുന്ന SDP-യും ജമാഅത്തെ ഇസ്ലാമിക്കും PDP-ക്കും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്കും ക്യാമ്പസ് ഫ്രണ്ട് ഇപ്പോൾ ഇല്ല, പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചല്ലോ, അത്തരത്തിലുള്ള ആളുകളെല്ലാം പിന്നീട് പോയ പാർട്ടികൾക്കെല്ലാം തന്നെ തീവ്ര ഇസ്ലാമിക നയം നടപ്പിലാക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ വളരെ സന്തോഷപൂർവ്വം ഇവരുടെയൊക്കെ ഏകശത്രു BJP ആയിരുന്നു എന്നുള്ളതും, ഇവരൊക്കെ CPM-നോട് പോലുമുള്ള സ്നേഹം മറന്നുകൊണ്ട് ഏകപക്ഷീയമായി കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളതും, അതിൻ്റെ ഭാഗമായി അവർ പ്രകടിപ്പിച്ച സന്തോഷം, അവർ പ്രകടിപ്പിച്ച ആഹ്ലാദം, അവർ പ്രകടിപ്പിച്ച ആനന്ദ നൃത്തം ഈ പറയുന്ന ആളുകളെല്ലാം കണ്ട് CPM-ലും കോൺഗ്രസിലൊക്കെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ആളുകൾ വളരെയധികം സന്തോഷിക്കട്ടെ. ഇത്രമാത്രമേ എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളൂ. കാരണം ഞാൻ വർഗീയത പറയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ എന്ത് വർഗീയതയാണ് ഇവിടെ പറയുന്നത്? കാരണം SDP-യെ പോലുള്ളൊരു തീവ്ര വർഗീയ സംഘടന തങ്ങൾക്ക് അഭിനന്ദനം അർഹിച്ചുകൊണ്ട്, തങ്ങളുടെ വിജയത്തിൽ മതേതരത്വത്തിൻ്റെ വിജയമെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിൻ്റെ പുറത്ത് ആ പ്രകടനത്തിന്, ആ വിജയത്തിന് ഇവർ ആശംസ അർപ്പിച്ചുകൊണ്ടൊരു പ്രകടനം നടത്തിയപ്പോൾ അതിനെ തള്ളിപ്പറയാനുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ നമ്മൾ കണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവോ, ഏതെങ്കിലും ഒരു UDF-ലെ ഘടകകക്ഷി നേതാക്കളോ അതിനെതിരെ തള്ളിപ്പറഞ്ഞോ? ഇല്ല. ഷാഫി പറമ്പിലോ ഈ പറയുന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലോ അതിനെ തള്ളിപ്പറഞ്ഞോ? ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർ പോലും, ഈ പറയുന്ന ജോസഫ് പക്ഷ നേതാക്കന്മാർ പോലും, ജോസഫ് പക്ഷ നേതാക്കന്മാർ എന്ന് പറയുന്നത് ക്രിസ്തീയ നേതാക്കളുടെ ആളുകളാണല്ലോ, ഇവർ തള്ളിപ്പറഞ്ഞില്ല. ഹിന്ദു വിഭാഗത്തിലെ അത് അത്രയ്ക്ക് സ്വാധീനമുള്ള ആളുകളാണ്. ഈ കെ സുധാകരനും ഈ പറയുന്ന റിജുൽ മാക്കുറ്റിയും ഒക്കെ, ഈ റിജുൽ മാക്കുറ്റിയൊക്കെ മതേതരത്വത്തിൻ്റെ മഹാ അപ്പോസ്തലനാണ്. ഈ പറയുന്ന RSS-നെതിരായിക്കൊണ്ട് ദിനം സംസാരിക്കുന്ന ആളാണ്. ഈ പറയുന്ന അഭിൻ വർക്കിയുണ്ട്, ഈ പറയുന്ന ഫിറോസ് ഉണ്ട്, PK ഫിറോസ് ഉണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തായിരുന്നു? ഇവരുടെയൊക്കെ നാവ് എവിടെ പോയി? ഇവരൊക്കെ ഇതിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പ്രതികരിച്ചോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് ഇവരെയൊക്കെ മനസ്സിലാവുന്നത്. അതായത് ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കന്മാരോട് CPM ഉയർത്തിയിട്ടുള്ള ചോദ്യമുണ്ടായിരുന്നു. CPM അത് അവരുടെ തന്ത്രത്തിന്റെ ഭാഗമായി ഉയർത്തിയ ചോദ്യമാണെങ്കിലും എല്ലാ സമയത്തും PDP-യുടെയും ജമാഅത്തിൻ്റെയും വോട്ട് വാങ്ങിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ, മറ്റവർക്ക് കിട്ടുമെന്ന് തോന്നിയപ്പോൾ അവരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്, തന്ത്രപരമായ ചോദ്യം. പക്ഷേ അതിൽ കാര്യമുണ്ട്. ആ തന്ത്രപരമായ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് SDP-യുടെ വോട്ട് വേണ്ട, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും VD സതീശനും ഒക്കെ ഒഴിഞ്ഞു മാറി. പിന്നീട് ഒരു രക്ഷയുമില്ലാതെ മാധ്യമങ്ങൾ പുറകെ നടന്ന് ചോദിച്ച സമയത്ത് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കങ്ങനെ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല, കാരണം ഇപ്പുറത്തെ BJP-യാണ്. BJP-യെ പോലുള്ളൊരു സവർണ ഫാസിസ്റ്റ് സംഘടനയ്ക്ക് എതിരെ നിൽക്കുമ്പോൾ, രാജ്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല. അതായത് ഏത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളെയും ഏത് വർഗീയ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ BJP-ക്കെതിരെ പോരാടും. BJP വർഗീയ ശക്തിയാണ്. ആ വർഗീയ ശക്തിയെ നേരിടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക വർഗീയവാദത്തെയും എല്ലാ വർഗീയവാദത്തെയും ഞങ്ങൾ നേരിടും. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്,
കാസ എപ്പോഴും വർഗീയവാദ ക്രിസ്ത്യൻ കാസ ക്രിസംഗി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിളിക്കാറുണ്ട്. ഈ ക്രിസംഗി എന്ന് വിളിക്കുന്നിടത്ത് നിന്ന് ഇവർ ക്രിസ്ത്യാനികളെ മൊത്തം പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് മുനമ്പത്ത് വഖഫ് ബോർഡിൻ്റെ പേരിൽ, വഖഫ് നിയമത്തിൻ്റെ പേരിൽ, വഖഫ് കയ്യേറ്റത്തിൻ്റെ പേരിൽ മുനമ്പത്ത് സമരം ചെയ്യുന്ന ജനതയ്ക്ക് വേണ്ടി ഒരക്ഷരം പോലും കോൺഗ്രസ് മിണ്ടാതിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ക്രിസ്ത്യൻ MLA-മാർക്ക് പോലും നിലപാടുകളുടെ രാജകുമാരന്മാരായിട്ടുള്ള ഈ പറയുന്ന എന്താണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന AK ആന്റണി പോലും ഈ SDPയുടെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ വോട്ട് കിട്ടിയേ പറ്റും, ഞങ്ങൾക്ക് വേണ്ട. ജയിക്കാൻ ഏത് തീവ്രവാദികളുടെയും കാല് പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഏത് തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുടെയും കാല് പിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു സൂചന കൂടി ഇന്നലത്തെ വിജയാഘോഷത്തിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നവർ ഇതും കൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. RSS BJPയെ വർഗീയതയാണ്, വർഗീയതയുടെ മുഖമുദ്രയാണ് അവർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും ഒരു സൈഡിൽ ജമാഅത്തിനെയും PDPയെയും SDPയെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നിലപാടെടുക്കുന്ന കോൺഗ്രസിന്റെ ഈ രീതി ഇരട്ടത്താപ്പെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. അതായത് ജയിക്കാൻ വേണ്ടി ആരുടെയും കാല് നക്കാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ചത് CPM-ന് വോട്ട് സ്പ്ലിറ്റായി പോകരുത്, വോട്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്, മുസ്ലിം സമൂഹം ഒന്നാകെ ആർക്ക് ചെയ്യണം വോട്ട്, കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറയുന്ന അടുപ്പ് കൂട്ടി ചർച്ചയിലായിരുന്നു, മീഡിയ വണ്ണിന്റെ ചർച്ചയിലായിരുന്നു. അങ്ങനെ ഒരു മുസ്ലിം സമൂഹത്തെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇതെന്താ ഹിന്ദുക്കൾക്കെതിരെയുള്ള യുദ്ധമാണോ? ഈ പറയുന്ന മുസ്ലിങ്ങളെ ഒന്നാകെ ഒന്നിപ്പിച്ചുകൊണ്ട് മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പിനെയും SDPയെയും PDPയെയും എല്ലാ വർഗീയ പാർട്ടികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് BJPക്കെതിരെ വോട്ട് ചെയ്യാൻ പറയുമ്പോൾ BJP മാത്രമാണോ വർഗീയ കക്ഷി? BJP വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് 2-3 വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ മുസ്ലിം ഏകീകരണം ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറുന്നത്. പക്ഷേ അതിനെതിരെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഞങ്ങൾ മതേതരത്വവാദികളാണ് എന്ന് പറയുമ്പോൾ ഇതിനെ തള്ളിപ്പറയാൻ ഒരേപോലെ മുസ്ലിം ന്യൂനപക്ഷവും ന്യൂനപക്ഷ തീവ്രവാദവും ഹിന്ദു ഭൂരിപക്ഷ തീവ്രവാദവും ഒരേപോലെ അല്ലെങ്കിൽ വർഗീയവാദവും ഒരേപോലെ അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിന് എന്തുകൊണ്ടാണ് മുസ്ലിം ന്യൂനപക്ഷ വർഗീയവാദത്തെ എതിർക്കാൻ കഴിയാത്തത്? ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് റിപ്പോർട്ടറിലെ, ആ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അദ്ദേഹം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷ വർഗീയവാദവും ഭൂരിപക്ഷ വർഗീയവാദവും ഒന്നല്ല, അത് രണ്ട് തന്നെയാണ്. ഈ ഇന്ത്യയിൽ ന്യൂനപക്ഷ വർഗീയവാദത്തെ നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്ത് കാണേണ്ടതില്ല എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്. അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന് RSSനോടും BJPയോടുമുള്ള ഒരു വെറുപ്പ് എന്ന് പറയുന്നത്. RSSും BJPയും ആരുടെ അടുത്ത് പോയിട്ടും ബോംബിട്ട് പൊട്ടിച്ചിട്ടില്ല. ചെല്ലുകയറുന്ന ഒരു രാജ്യത്തും നമ്മൾക്ക് ഈ തീവ്രവാദികളോടല്ല പ്രശ്നം. നിങ്ങൾ ഓരോ രാജ്യവും എടുത്ത് പരിശോധിക്കൂ. ഓരോ രാജ്യത്തും ഇപ്പോൾ സിറിയയിൽ, ഇപ്പോൾ യൂറോപ്പിൽ, അമേരിക്കയിൽ, ഇന്ത്യയിൽ, എല്ലാ രാജ്യങ്ങളിലും ഒരു ഭാഗത്ത് ആരാണുള്ളത്? ഇസ്ലാമിക തീവ്രവാദികളാണ്. ഈ യഥാർത്ഥ ഇസ്ലാമികളെ മാറ്റി നിർത്താം, മതവിശ്വാസികളെ മാറ്റി നിർത്താം. ഈ യൂറോപ്പിൽ അവർക്ക് ഇടം കൊടുത്തു, ബ്രിട്ടനിൽ അവർക്ക് ഇടം കൊടുത്തു, അവസാനം സ്പെയിനിൽ അവർക്ക് ഇടം കൊടുത്തു. ഓരോ സ്ഥലങ്ങളിലും അവർക്ക് ഇടം കൊടുക്കും തോറും ഈ പറയുന്ന തീവ്രവാദികൾ വന്നിരിക്കും നമ്മളുടെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണം ഇത് എന്ന് പറയുന്ന മൗദൂദിസ്റ്റുകളും അതുപോലെ തന്നെ അതിൽ കൂടുതൽ തീവ്രവാദ പ്രവർത്തനം നടത്തി മാത്രമാണ് രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിക്കുന്ന SDPI തീവ്രവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ RSSനെതിരെ BJPക്കെതിരെ ഇവർ വർഗീയവാദം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഉളുപ്പില്ലാത്ത നേതാക്കന്മാരും മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും പറ്റിക്കാനുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് തുറപ്പുചീട്ട്. ആ തിരിച്ചറിവിന്റെ പാതയിൽ പോകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. കോൺഗ്രസ് വിജയിച്ചതിൽ എനിക്കൊരു സങ്കടവുമില്ല. കോൺഗ്രസ് വിജയിക്കണം, കോൺഗ്രസ് മുന്നിട്ട് നിൽക്കണം. CPM-ഉം വിജയിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവരൊക്കെ ഇവരുടെ മതേതരത്വ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ ഇവർക്ക് വിജയിക്കാൻ വേണ്ടി മാത്രം ഈ പറയുന്ന സുഡാപ്പികളെയും ഈ പറയുന്ന മൗദൂദികളെയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമികളെയും അതുപോലെ തന്നെ മദനിയെയും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന പൊറാട്ട് രാഷ്ട്രീയ നാടകം നിർത്തിയാൽ മാത്രമാണ് യഥാർത്ഥ മതേതരത്വം ഇവർക്കൊക്കെ എന്നാൽ തെളിയിക്കാൻ കഴിയും. പക്ഷെ അതല്ല ഇവിടെ നടക്കുന്നതെന്ന് ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും SDPയുടെ ഒക്കെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾക്ക് അവരോടൊന്നും ഒരു ഐത്തവും ഇല്ല എന്ന് തുറന്നു പറയാൻ കോൺഗ്രസ് ധൈര്യം കാണിക്കണം. അല്ലാതെ RSSനെയും BJPയും തകർക്കാൻ ഏത് വഴിയിൽ പോകുന്ന ഏത് തീവ്രവാദ ശക്തികളുടെയും വോട്ട് ഞങ്ങളുടെ മുഖ്യ ശത്രു RSSും BJPയുമാണ്. അവർ ഫാസിസ്റ്റ് നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് അവരെ തകർക്കാൻ ഞങ്ങൾ ഏത് തീവ്രവാദ ശക്തികളുടെയും വോട്ട്, ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ ഞങ്ങൾ തേടും എന്ന് KC പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KCയുടെ വിവരമില്ലായ്മയാണ്. കാരണം RSSനെ നിങ്ങൾ അത്തരത്തിൽ അപമാനിക്കുന്നുവെങ്കിൽ, RSSനെ നിങ്ങൾ അത്തരത്തിൽ മാറ്റി നിർത്തുന്നുവെങ്കിൽ, BJP നിങ്ങൾ അത്തരത്തിൽ വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് സ്വയം നിങ്ങൾ വിമർശനത്തിന് കൂടി തയ്യാറാകണം എന്നുള്ളതാണ്.
SDP-യും PFI-യും പിന്നെ PDP-യും ജമാഅത്തെയും ഒന്നും ഇവിടെ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാവുന്നതാണ്. കാരണം ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള ഏത് നിലപാടിനും അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ നടക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാർട്ടികളൊക്കെ കോൺഗ്രസിന് ചുക്കാൻ പിടിക്കുന്നത്. BJP അധികാരത്തിലിരുന്നാൽ ഇന്ത്യ ഒരിക്കലും ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ സാധിക്കില്ല എന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഞങ്ങൾ മതേതരത്വം നിലനിർത്താനായി ആഗ്രഹിക്കുന്നവരാണ്. ഇവർ നിലനിർത്തുന്ന മതേതരത്വം എന്താണ് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതിൻ്റെ റിസർച്ച് എത്ര കാലം കഴിയുമ്പോൾ നിർത്താൻ കഴിയുമെന്നുള്ളതാണ്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന മതേതരത്വം? അതായത് ഇവർ ഉദ്ദേശിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് മതേതരത്വം എന്നത് ഹിന്ദുക്കളുടെ മേൽ മാത്രം പ്രയോഗിക്കേണ്ട ഒരു സാധനമാണ് മതേതരത്വം എന്ന് പറയുന്നത്. തിരിച്ച് ഇസ്ലാമികമായ കാര്യങ്ങൾ വരുന്ന സമയത്ത്, ന്യൂനപക്ഷത്തിൻ്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത്, വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങൾ വരുന്ന സമയത്ത് വഖഫ് ബോർഡ് ചെയ്യുന്ന തോന്നിവാസത്തെ പോലും ഇവർ അതായത് മതത്തിനെതിരെ പറയുമോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പോലും ആ നീതീകരിക്കാനാവാത്ത നീതികേടിനെതിരെ ഇവർ സംസാരിക്കാത്ത സമയത്ത് ആ രീതിയിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികളടക്കമുള്ള ആളുകൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ കോൺഗ്രസിനെ താങ്ങി നിർത്തിയിട്ടുള്ള സഭകളടക്കം പുറത്ത് വന്ന് പറഞ്ഞിട്ട് അതിനൊരു അക്ഷരം മിണ്ടാൻ കഴിയാതെ അവരോടൊപ്പം നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസിന് എന്താണ് മതേതരത്വം എന്ന് കോൺഗ്രസിനോട് ചോദിച്ചാൽ ഈ ഒരൊറ്റ കാര്യമാണ് മതേതരത്വം. അതായത് ന്യൂനപക്ഷ തീവ്രവാദികളെ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കുടചൂടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത എന്ന് ചമച്ചുകൊണ്ട് അവിടെ പറയുന്ന ഒരു വാക്കാണ് മതേതരത്വം. അത് ചില ആളുകളുടെ മേൽ മാത്രം പ്രയോഗിക്കാനുള്ളതാണ് ഇവരുടെ മതേതരത്വം. അല്ലെങ്കിൽ കോൺഗ്രസ് തിരുത്തണം. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ SDP-യുടെ ജമാഅത്തിനോടും ഒക്കെ ഒരു നന്ദിയും താങ്ക്സും ഒക്കെ പറഞ്ഞേക്ക്. കാരണം ജയിപ്പിച്ചതിന് ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ അത് ചെറ്റത്തരമായി പോകും. തീർച്ചയായും.